ഭ്രാന്തുള്ളവരോട് കഴിയുക വലിയ ബുദ്ധിമുട്ടാണ്. ഭ്രാന്തിനെ ചികിത്സിക്കുന്നവരോട് കഴിയുക അതിലും വലിയ ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ട് താങ്ങാൻ പറ്റുമെങ്കിൽ. ചില സിനിമകൾ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് തരും, ചില സിനിമകൾ നമ്മളെ പഠിപ്പിക്കും. പക്ഷെ വളരെ ചെറിയ സിനിമകൾ മാത്രമേ ടൈംലെസ്, സമയത്തിനും അതീതമായി എന്ന് നമുക്ക് വിളിക്കാൻ കഴിയുള്ളൂ. അത്തരത്തിലുള്ളൊരു സിനിമയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മണിച്ചിത്രത്താഴ്. ഇതൊരു നാട്ടിൻപുറത്ത് സംഭവിക്കാവുന്ന ഒരു കഥ മാത്രമല്ല, ഇതിലൊരുപാട് സംസ്കാരവും സൈക്കോളജിയും എല്ലാം റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയും കൂടിയാണ്. മെൻ്റൽ ഹെൽത്ത് പറഞ്ഞ വാക്ക് പോലും നമ്മൾ കേൾക്കാതിരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ജനിക്കാതിരുന്ന സമയത്താണ് ഈ സിനിമ ഇറങ്ങുന്നത്. ഒരു മൂവി ലവർ എന്നുള്ള രീതിയിൽ മോഹൻലാൽ, ശോഭന, നടുപിടി വേണു, തിലകൻ, ഇന്നസെൻ്റ് എന്നിവരെല്ലാം പ്രശംസിക്കാൻ നമുക്ക് എളുപ്പമാണ്. എന്തിന്, ഇതിൽ ഡയറക്റ്റ് ചെയ്തേക്കുന്ന ഡയറക്ടേഴ്സ്, കാസ്റ്റ്, ക്രൂ ഇവരെല്ലാവരും അവരുടേതായ ജോലി വളരെ വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുമുണ്ട്. എന്നാലും എനിക്ക് ഏറ്റവും ക്യൂരിയസ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു നായകൻ ഈ സിനിമയിലെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്. മനുഷ്യ മനസ്സിൻ്റെ സങ്കീർണതകൾ പഠിക്കുക എന്ന് പറയുന്നത് എല്ലാ സബ്ജക്റ്റും പോലെ തന്നെ ബോറിംഗ് ആവാവുന്ന ഒരു ഘടകമാണ്. നർമ്മത്തെ, സംസ്കാരത്തെ, നമ്മുടെ പേടിയെ എപ്പോഴൊക്കെ ഇവോക്ക് ചെയ്യണം ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ പെർസ്പെക്റ്റീവിൽ എന്ന് തിരിച്ചറിഞ്ഞ ഒരു എഴുത്തുകാരനും കൂടെയായിരുന്നു മധുമട്ടം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ കൊച്ചിലെ ഏഷ്യനെറ്റിൽ ഈ സിനിമ വരുമ്പോൾ നമ്മൾ കാണുന്നത് പ്രേതപ്പടമാണ് എന്നുള്ളൊരു ധാരണയിലാണ്. എന്നാൽ പലപ്പോഴും നമ്മളൊരു പ്രേതത്തെ ആയിട്ടല്ല ഇവിടെ കാണുന്നത്. എന്നാൽ ഇത് നമുക്ക് പേടി തന്നിട്ടുമുണ്ട്. എന്താണ് ആ പേടി? യഥാർത്ഥത്തിൽ ഈ സിനിമയുടെ ഒരു സൈക്കോളജിക്കൽ റിവ്യൂ ആയാലോ. കേരളത്തിൽ ആദ്യം സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് പോലും 1957 കേരള യൂണിവേഴ്സിറ്റിയിൽ. 1990 മനഃശാസ്ത്രം റിലേറ്റഡ് ആയിട്ടുള്ള വാക്കുകളോ ഒന്നും നമ്മൾ സംസാരിച്ചോ നമ്മുടെ സാമൂഹിക ജീവിതത്തിലോ നമ്മുടെ പേഴ്സണൽ ജീവിതത്തിലോ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടും 1993 ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ ദ്വന്ദ്വ വ്യക്തിത്വം, അപര വ്യക്തിത്വം എന്നുള്ള വാക്കുകൾ കയറി വരികയാണ്. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ ദ്വന്ദ്വ വ്യക്തിത്വം, അപര വ്യക്തിത്വം എന്നുള്ളത് ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ ആയിട്ടാണ്. ആ വാക്ക് തന്നെയാണ് ആക്ച്വലി ഈ സിനിമയുടെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യൻ സിനിമകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം ടെക്നിക്കലായിട്ടുള്ള സയൻറ്റിഫിക് ആസ്പെക്ട്സ് ഓഫ് ഡിസോർഡേഴ്സ് ചർച്ച ചെയ്യുന്നത് വളരെ കുറവായിരുന്നൊരു സമയത്തും, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാവുന്ന സമയത്ത് തന്നെയാണ് ഇത്തരം വാക്കുകളും കയറി വരുന്നത്. എന്നാൽ ഇതിനെ നർമ്മത്തിൽ കരത്തി നമ്മളതറിയാത്ത രീതിയിൽ നമ്മളെ എങ്ങനെ ഇത് എഡ്യൂക്കേറ്റ് ചെയ്തു എന്ന് പറയുന്ന ബ്രില്യൻസാണ് എന്നെ ഏറ്റവും കൂടുതൽ കൗതുകപ്പെടുത്തിയിട്ടുള്ളത്. ഈ സിനിമയുടെ 2 അപ്രോച്ചുകൾ വളരെ ഫാസിനേറ്റിംഗ് ആണ്. പ്രൊഫസർ ബ്രാഡ്ലിയുടെ ശിഷ്യനായിട്ടുള്ള ഡോക്ടർ സണ്ണി സയൻറ്റിഫിക് മൈൻഡുള്ള, ശാസ്ത്രീയമായി ചിന്തിക്കുന്ന, ക്ലിനിക്കൽ എക്സ്പീരിയൻസുകളുള്ള, അല്ലെങ്കിൽ സൈക്യാട്രിയെക്കുറിച്ചും മോഡേൺ സൈക്യാട്രിയെക്കുറിച്ചും കൂടുതൽ അറിയുന്ന ഒരു വ്യക്തിയാണ് മോഹൻലാൽ. എന്നാൽ തിലകൻ എന്ന് പറയുന്നൊരു ക്യാരക്ടർ ഇതിലുണ്ട്. ആത്മീയമായി കാര്യങ്ങളെ കാണുന്ന, സംസ്കാരത്തിനെയും അതിൻ്റെ വേരുകളെയും തിരിച്ചറിയുന്ന, അത് രീതിയിൽ ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കുന്ന ഒരു സ്വാമിയോ ഒരു ഗുരുവോ ഒക്കെ ആയിട്ടാണ് നമ്മൾ തിലകനെയും കാണുന്നത്. ഞാൻ നോക്കുന്നിടത്തോളം ഈ സിനിമയുടെ ബ്രില്യൻസും ഇത് തന്നെയാണ്. രണ്ടും അഭിനന്ദിക്കപ്പെടേണ്ടത് തന്നെയാണ്. 2 രീതിയിലൊരു രോഗം വന്നാൽ കാണുന്ന മനുഷ്യർ നമ്മുടെ ലോകത്തുണ്ട്. ഒന്ന് സയൻസ് വെച്ചിട്ട് മെഡിക്കൽ കണ്ടീഷൻസിനെ ഹീൽ ചെയ്യണം, അത് ട്രീറ്റ്മെൻറ്റ് വഴി ഹോസ്പിറ്റലിലോ ഹീൽ ചെയ്യണം എന്ന് വിശ്വസിക്കുന്നവരാണ് കൂടുതൽ പേരും. എന്നാൽ തീർച്ചയായും മറ്റൊരു ഘടകമുണ്ട്. ആത്മീയതയിൽ നിന്ന് വഴുതി വീഴുന്നതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങളും കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നും ഇതിന് ഉത്തരം കിട്ടാൻ ആത്മീയത തന്നെയാണ് മാർഗമെന്നും വിശ്വസിക്കുന്നവരുമുണ്ട്. എന്നാൽ ഇത് രണ്ടും വിശ്വസിക്കുന്നവരുമുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും ഉള്ളൊരു ഉത്തരം കൂടിയായിരുന്നു ഈ സിനിമ. പക്ഷേ ഇത് വളരെ നല്ലവണ്ണം ആരെയും ഹേർട്ട് ചെയ്യാതെ ബാലൻസ് ചെയ്തിട്ടുണ്ട്. DSM-5 അഥവാ ICD പോലുള്ള ഗ്രന്ഥങ്ങളാണ് നമ്മൾ സൈക്കോളജിയിൽ അല്ലെങ്കിൽ മനഃശാസ്ത്രത്തിൽ, സൈക്യാട്രിയിലും മാനസിക രോഗങ്ങൾക്കും അതുണ്ടാവുന്ന ആൾക്കാരിലുള്ള സിംറ്റംസും എല്ലാം ലേബിൾ ചെയ്യുന്ന പുസ്തകം. അത് വെച്ചിട്ട് എന്താണ് യഥാർത്ഥത്തിൽ ഗംഗയ്ക്ക് സംഭവിച്ചതെന്ന് മനസ്സിലാക്കിയാലോ. 2 അതിലധികമോ വ്യക്തിത്വങ്ങൾ ഒരു വ്യക്തിയിലുണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളപ്പോഴാണ് അതിനെ മൾട്ടിപ്പിൾ ഐഡൻറ്റിറ്റീസ് അല്ലെങ്കിൽ ദ്വന്ദ്വ വ്യക്തിത്വം എന്ന് വിളിക്കുന്നത്. നമ്മുടെ മാനസികാരോഗ്യം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ എവിടെ ജീവിക്കുന്നു, എന്തോരം ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയ്ക്ക് ജീവിക്കുന്നു എന്നുള്ളതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് പലപ്പോഴും നമ്മുടെ പെരുമാറ്റവും നമ്മുടെ മാനസിക ആരോഗ്യവും നിലകൊള്ളുന്നത്. അതിനെ ബേസ് ചെയ്തിട്ട് ഈ സിനിമയിൽ വളരെ വ്യക്തമായി ശോഭന അല്ലെങ്കിൽ ഗംഗ എന്ന് പറയുന്ന ഇതിലെ ക്യാരക്ടറിന് ഒരുപാട് മെമ്മറി ഗ്യാപ്സ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് എവറിഡേ ലൈഫ് ട്രോമാസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതും ദ്വന്ദ്വ വ്യക്തിത്വവും തമ്മിൽ ഒരു റിലേഷനുണ്ട്. ഗംഗയുടെ ഒരു പ്രത്യേകത നമുക്കറിയാം. പാരൻസ് ഉണ്ടാവേണ്ടിയ സമയത്തൊന്നും പാരൻസ് കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞപ്പോൾ പോലും നകുലൻ ഒരു ബിസി മാനായിട്ടും അല്ലെങ്കിൽ വർക്കഹോളിക്കായിട്ടും ആണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ആ സമയത്ത് ശോഭന പലപ്പോഴും ലോൺലി തന്നെയാണ്.
അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് പറയാം ഗംഗ എന്നും ഗംഗയുടേതായ ഒരു ലോകത്തായിരുന്നു എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഇത്തരം പോർട്രയിലുള്ളത് കൊണ്ടാണ് ഗംഗയെ ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ അഥവാ ദ്വന്ദ്വ വ്യക്തിത്വമായിട്ട് കമ്പയർ ചെയ്യാനും പിക്ചറൈസ് ചെയ്യാനും നമുക്കും പറ്റുന്നത്. നാഗവല്ലി വന്നിട്ട് ഗംഗയുടെ ശരീരത്തിലോട്ടല്ലായിരുന്നു കയറിയത്, ഗംഗ നാഗവല്ലിയായി മാറുകയാണ് ചെയ്തത്. ഇതൊരു കോപ്പിംഗ് മെക്കാനിസമാണ്. കുട്ടിക്കാലത്ത് അനുഭവിച്ചിരുന്ന ഏകാന്തതയും കേട്ടിരുന്ന കഥകളെയും ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും ഗംഗ തന്നെയാണ്. ഇത് തമ്മിലുള്ള ഒരു ഇൻ്റർ കണക്ഷൻ ആയിരിക്കണം ഗംഗ നാഗവല്ലിയിലൂടെ കണ്ടത്. ഈ സ്ക്രിപ്റ്റിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്ലൈമാക്സ് തന്നെയാണ്. സണ്ണി വളരെ വിഷമത്തോടെ മനസ്സിലാക്കുന്നു, ഒരു റൂമിലിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ല, അല്ലെങ്കിൽ ദിവസങ്ങളോളം എടുത്ത് ഒരു CBT REBT ഹീൽ ചെയ്യേണ്ട ഒരു പ്രശ്നമല്ല ഗംഗയ്ക്ക് എന്ന് സണ്ണി മനസ്സിലാക്കുകയാണ്. കാരണം ഇതൊരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. എന്നെ ഏറ്റവും ക്യൂരിയസ് ആക്കുന്ന ഭാഗവും ഇത് തന്നെയാണ്. സണ്ണി തിരിച്ചറിയുന്നൊരു സത്യമുണ്ട്. മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരുപാട് തിയറീസ് ഉണ്ട്. അതിലൊന്നാണ് കർത്താസിസ് എന്ന് വിളിക്കുന്ന ഈ തിയറി. ഇതിൽ പറയുന്നത് നമുക്കുണ്ടാകുന്ന സ്ട്രെസ്സുകളും ട്രോമാറ്റിക് ഈവൻസും നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷെ അത് അഭിസംബോധന ചെയ്യേണ്ടത് ബയോളജിക്കലാണെങ്കിൽ ബയോളജിക്കലി ചെയ്ത് തന്നെ തീർക്കണം. നമ്മുടെ ഇമോഷൻസിനെ പുറത്തോട്ട് കാണിച്ച് തന്നെ തീർക്കണം. എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങൾ മനസ്സിലാക്കി സംസാരിച്ച് ഒരു കൗൺസിലറിനെയോ സൈക്കോളജിസ്റ്റിനെയോ കണ്ട് മനസ്സിലാക്കാൻ പറ്റണം എന്നില്ല, വെൻറ്റ് ചെയ്യാൻ പറ്റണം എന്നുമില്ല. ആ രീതിയിൽ കർത്താസിസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഗംഗ പൂർണ്ണമായി നാഗവല്ലിയായി കഴിഞ്ഞപ്പോൾ ഈ ടെക്നിക്കാണ് സണ്ണി ഉപയോഗിക്കുന്നത്. നാഗവല്ലിക്ക് കാരണവരോടുള്ള ദേഷ്യം വളരെ വ്യക്തമായി തിരിച്ചറിഞ്ഞ സണ്ണി ഇതിനെ ഒരു ടൂളായിട്ട് ഉപയോഗിച്ച് കർത്താസിസ് വഴി ആ ദേഷ്യം, ആ വികാരം ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇത് തന്നെയാണ് എന്നെ ഏറ്റവും ക്യൂരിയസ് ആക്കിയിട്ടുള്ളതും. കാരണം ഫോർ എ മൂമെന്റ് ഐ റിയലൈസ്ഡ് ഫ്രോയിഡ് ഇസ് സ്റ്റിൽ സ്മൈലിംഗ് ഇൻ ദ ഗ്രേവ്. ആ സമയത്തെ നാഗവല്ലിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്യൂഡൽ ഫിഗറായിട്ട് തന്നെയാണ് നകുലനെ കണ്ടിരുന്നത്. അതിനെ ദേഷ്യത്തോടെയും അഗ്രസീവിലൂടെയും അല്ലാതെ ഒരിക്കലും ഉള്ളിലുണ്ടാവുന്ന വികാരങ്ങൾ തീരാനോ തീർക്കാനോ ഗംഗയ്ക്ക് പറ്റുമായിരുന്നില്ല. KPSC ലളിത വളരെ ഭംഗിയായിട്ട് നറേറ്റ് ചെയ്യുമ്പോൾ പറയുന്ന 2 വാക്കുകൾ, ഇതെല്ലാം അമ്മൂമ്മമാർ പറഞ്ഞ കഥകളാണ്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമുക്കുണ്ടാവുന്ന ചിൽസ് തന്നെയാണ് ഗംഗയ്ക്കും ആ സമയത്തും തോന്നുന്നത്. ഒരുപക്ഷെ ഈ സമയത്ത് തന്നെ ആവാം മെല്ലെ മെല്ലെ അവൾ വഴുതി വീഴുന്നത്. ഈ ജീനിയസിനെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ സിനിമ എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കഥകളാണ്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്നാണ് ഈ സിനിമയുടെ 2ാം ഭാഗം മുഴുവനും പറയുന്നത്. പല റീമേക്കുകൾ ഈ സിനിമയ്ക്ക് ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും പലപ്പോഴും അതൊക്കെ പരാജയപ്പെടാൻ കാരണവും ഇതിൻ്റെ ആ ഓണസ്റ്റി തന്നെയാണ്. ഇത് റൂട്ട് ചെയ്തേക്കുന്നത് ആക്ച്വലി സയൻസിലാണ്, യഥാർത്ഥ സംസ്കാരമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുമാണ്. ബ്രില്യൻ്റ് ആക്കുന്നതോ ഈ നടന്മാരും ഈ നടിമാരും ഈ ടെക്നീഷ്യൻസും ഈ എഴുത്തും ഒരുമിച്ച് ചെയ്യുന്ന ആ എഫേർട്ടുമാണ്. ആൻഡ് ഇൻ നോ വേ ഐ മീൻ ടു ഡിസ്റെസ്പെക്ട്, ബട്ട് എനിക്ക് തോന്നുന്നില്ല ഇവർക്ക് പോലും ഇത് റീക്രിയേറ്റ് ചെയ്യാൻ ഇനി പറ്റും എന്ന്. ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് തന്നെയാണ്. ദേ വെർ ഓൾ ഇൻ ദ പ്രൈം ടൈം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ശോഭനയ്ക്ക് ഇതിന് അംഗീകൃതമായ പുരസ്കാരങ്ങൾ കിട്ടിയത്. മണിച്ചിത്രത്താഴ് സിനിമ എന്നുള്ളതിലുപരി സൈക്കോളജി പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ മനഃശാസ്ത്രം അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് സിനിമയുടെയും സംസ്കാരത്തിൻ്റെയും കേട്ടുകഥകളുടെയും ഒരു ഇൻ്റർസെക്ഷനും കൂടെയാണ്. ഇന്നും ഈ സിനിമ എന്നെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള കാര്യം മനുഷ്യ മനസ്സുകൾ തന്നെയാണ്. അതുതന്നെയാണ് എന്നെ ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തുന്ന കാര്യവും ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് നമ്മളെ തന്നെയുമാണ്.